എടാ ധൈര്യം ഉണ്ടെങ്കിൽ നീ എല്ലാ ദിവസവും വീഡിയോ എടുത്ത് കാണിക്കുക. കുറച്ച് ഡയലോഗ് അടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പാനിപ്പൂരിയുടെ ബ്രാൻഡ് ഫ്ലേക്സ് ആക്കുമെന്ന് ഞാനൊരു ഡയലോഗ് അടിച്ചായിരുന്നു. പക്ഷേ ഞാൻ അതിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അത് പുറത്ത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പല പേടികൾ കാരണം, എൻ്റെ സ്വയം പേടികളും ഇൻസെക്യൂരിറ്റീസും കാരണം ഞാൻ ഒത്തിരി വീഡിയോകൾ എടുത്തു. കാശില്ലാത്തവന് ഇന്ന് പ്രൊമോഷൻ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് സോഷ്യൽ മീഡിയ. അതെനിക്കറിയാം. പക്ഷേ ഞാൻ ഒത്തിരി വീഡിയോകൾ എടുത്തിട്ട് ഇടുന്നില്ല. കാരണം എനിക്ക് തന്നെ ഇൻസെക്യൂരിറ്റീസായി. ഞാൻ എടുത്ത സ്ക്രിപ്റ്റ് തെറ്റാണെന്നോ, ഞാൻ എടുത്ത വീഡിയോയുടെ ക്വാളിറ്റി കുറവാണെന്നോ, ഓഡിയോയുടെ ക്വാളിറ്റി കുറവാണെന്നോ, എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസ് കാരണം ഞാൻ എടുത്ത വീഡിയോ ഇടുന്നില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി വീഡിയോ എടുത്ത് ഞാൻ മടുത്തിട്ട് അവസാനം കുറച്ച് നാളെ ബേൺ പോലെ കറങ്ങാനൊക്കെ പോയി കോഴിക്കോട്. എന്നിട്ട് കുറച്ചിപ്പോൾ ഓക്കെ ആയി. ഇന്ന് ഞാൻ അവധി എടുത്തു കടയിൽ നിന്ന്. അച്ഛനും അമ്മയാണ് നടത്തുന്ന കട. ഇന്ന് ഞാൻ അവധി എടുത്തിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തിട്ടേ പോകത്തുള്ളൂ. ഇനിയും തൊട്ട് എല്ലാ ദിവസവും വീഡിയോ എടുക്കുമെന്ന് സോഷ്യൽ മീഡിയ ധൈര്യം സ്വയം വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുകയാണ്. ഇന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ ഈ വീഡിയോ ഇടുകയും ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പാനിപ്പൂരിയുടെ ബ്രാൻഡ് ഫ്ലേക്സ് ആക്കുകയും ചെയ്യും. ഇത് വെറും വാക്കായിരിക്കത്തില്ല എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. ഓക്കെ ബൈ. പാനിപ്പൂരി തിന്നണമെങ്കിൽ IHRD സ്കൂളിന് ഓപ്പോസിറ്റ് വന്നാൽ മതി. ടാറ്റ.